ഹായ് ശ്രീസ്വരൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പുതിയ എപ്പിസോഡ് ഞങ്ങൾ ക്രിസ്മസ് ടൈമിൽ ഒരു ട്രിപ്പ് പോയിരുന്നു. ഒരു ലോങ് ട്രിപ്പ് ആയിരുന്നു. ഏകദേശം ഒരു 2000 കിലോമീറ്റർ വൺ സൈഡ് കെൻസസ് നിന്ന് ഞങ്ങൾ താമസിക്കുന്ന ഇവിടുന്ന് ലോസ് വെഗാസ് വരെയായിരുന്നു യാത്ര. അപ്പോൾ ഞങ്ങൾ ഒരു 6 സ്റ്റേറ്റ് ആണ് കവർ ചെയ്തത്. എല്ലാ സ്റ്റേറ്റിൻ്റെയും സ്റ്റേറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, എല്ലാ സ്റ്റേറ്റിൽ കൂടെയും കവർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളുടെ ലക്ഷ്യം അരിസോണയായിരുന്നു. അരിസോണയിലെ ഗ്രാൻഡ് കാനിയോൺ ആയിരുന്നു പ്ലാൻ. ഫസ്റ്റ് പ്ലാൻ അതായിരുന്നു, ഗ്രാൻഡ് കാനിയോൺ. പിന്നെ അവിടെ ആന്റി ലൂപ്പ്, പിന്നെ അവിടെ കുറച്ച് ആമിക്ക് ഇഷ്ടപ്പെട്ട പോളാർ എക്സ്പ്രസിന്റെ ഒരു യാത്ര, പിന്നെ ഗ്രാൻഡ് കാനിയോണിന്റെ കൂടെയുള്ള ഒരു ട്രെയിൻ യാത്ര, അതൊക്കെയായിരുന്നു ആദ്യം പ്ലാൻ. പിന്നെ എന്തായാലും അരിസോണ വരെ എത്തി. അപ്പൊ അവിടുന്ന് ഒരു സ്റ്റേറ്റും കൂടി കിടന്ന ലാസ് വെഗാസ് ആയി, നവാഡ സ്റ്റേറ്റ് ആയി. അപ്പൊ ഞങ്ങൾ കവർ ചെയ്ത 6 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കെൻസസ് സ്റ്റാർട്ട് ചെയ്ത് ഒക്ലഹോമ ടച്ച് ചെയ്ത് ടെക്സസ് കവർ ചെയ്ത് പിന്നെ ന്യൂ മെക്സിക്കോയിലായിരുന്നു ഫസ്റ്റ് ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണിത്, ന്യൂ മെക്സിക്കോ വരെ എത്തണതിന്റെ ഒരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ന്യൂ മെക്സിക്കോന്ന് അരിസോണ, നെക്സ്റ്റ് സ്റ്റേറ്റ് അരിസോണയിൽ ഞങ്ങൾ 2 ദിവസം എക്സ്പ്ലോർ ചെയ്തു. അതാണ് ഗ്രാൻഡ് കാനിയോണും ആന്റിലോപ്പും പിന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ട്രെയിൻ യാത്രകളൊക്കെ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് അവിടെ 2 ദിവസം കഴിഞ്ഞിട്ട് 21-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് 25-ാം തീയതി അരിസോണയിൽ നിന്ന് ഞങ്ങൾ നേരെ ലോസ് വെഗാസിക്ക് പോകണം. അവിടെ ഒരു 3 ദിവസം അവിടെ ഞങ്ങളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിരുന്നു. അപ്പൊ ഈ പോണ വഴിക്ക് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കി അടുത്തുള്ള റെസ്റ്റോറന്റ്, മെയിനായിട്ട് ഇന്ത്യൻ റെസ്റ്റോറന്റ് എന്തൊക്കെയുള്ള, അതാണ് മെയിനായിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിച്ചേക്കണേ. ചില സമയത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒന്നും ഉണ്ടാവില്ല, ആ സമയത്ത് നമ്മൾ മെക്സിക്കൻ ഭക്ഷണമൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അപ്പം യാത്ര അടിപൊളിയായിരുന്നു. 4000 കിലോമീറ്ററിന്റെ മുക്കാൽ ഭാഗം ഞാൻ തന്നെയാണ് ഓടിച്ചത്. കുറച്ചൊക്കെ അമൂല്യ ഹെൽപ്പ് ചെയ്തു. 3 hour ഒക്കെ ഡെയിലി അമൂല്യ ഇടയ്ക്ക് ഫസ്റ്റ് 2 ദിവസമൊക്കെ ഓടിച്ചിരുന്നു. പിന്നെ ഞാൻ തന്നെ എടുത്തു. എനിക്ക് ഓടിക്കാൻ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ഓടിക്കുക, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഓടിച്ചത്. തിരിച്ചു വരുമ്പോഴേക്ക് കുറച്ച് പനിയൊക്കെ ആയി. 28-ാം തീയതി 29-ാം തീയതി പിന്നെ ആ മൂല്യക്ക് തന്നെയായിരുന്നു കൂടുതൽ ഓടിച്ചത്. പക്ഷെ അപ്പോഴേക്ക് ഞങ്ങൾ എത്താറായിട്ടുണ്ടായിരുന്നു. തിരിച്ച് കെൻസസിന്റെ അടുത്ത് എത്താറായ സമയത്തായിരുന്നു ഈ പനിയൊക്കെ വന്നത് അവിടെ. അപ്പോൾ യാത്ര അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പ്ലോർ ചെയ്തു. എസ്പെഷ്യലി ലോസ് വെഗാസ് അതൊരു പറയാൻ പറ്റില്ല, അമ്മാതിരി സ്ഥലമാണ് അത്. നല്ല ഒരു ഒരൊറ്റ റോഡിലാണ് എല്ലാം ഉള്ളത്. എല്ലാവരും ചെയ്തിട്ടുള്ള ഹോട്ടലുകളായാലും കാസിനോസ് എല്ലാം. ഞങ്ങൾ താമസിച്ച ഹോട്ടലിലൊക്കെ കാസിനോ ഹോട്ടലായിരുന്നു. അതിൻ്റെ ഇടയിലൊക്കെ കളിക്കാൻ ചുതുകളി പരിപാടികളായിരുന്നു. ലോസ് വെഗാസ് എന്നാണ് എല്ലാവർക്കും. അപ്പം ലോസ് വെഗാസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ പല ഭാഗങ്ങളായിട്ടാണ്, എപ്പിസോഡുകളായിട്ടാണ് ഞാൻ അതിനെ ഇടണേ. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ് യാത്രയുടെ. പിന്നെ യാത്രകളിൽ മെയിനായിട്ട് ഞങ്ങളെ യാത്രകളിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ ഉണ്ടായ എൻ്റെ അസുഖമല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടായില്ല. ആമിയൊക്കെ ഓക്കെ ആയിരുന്നു. അവളുടെ നല്ല സഹകരണമായിരുന്നു. അവള് വണ്ടി ബാക്കിലിരുന്ന് ബോറടി ഉണ്ടായിരുന്നു, എന്നാലും ഇടയ്ക്ക് ഓരോന്ന് ഞങ്ങൾ സംസാരിച്ചു. പിന്നെ അഖിലും ശരണ്യ ഉണ്ടായിരുന്നല്ലോ ഒപ്പം ഇരിക്കാൻ. അപ്പോൾ അവള് ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ബോറടിച്ച് പോയി തന്നെ അവൾക്ക്. ഇത്രയും ദൂരം ഒരു ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് 8 മണിക്കൂർ അല്ലെങ്കിൽ 7 to 8 മണിക്കൂർ ഡ്രൈവ് ചെയ്യുക. കാരണം രാത്രി ഡ്രൈവ് ചെയ്യണം എന്നുള്ള പ്ലാൻ ഇല്ല ഞങ്ങൾക്ക്. ഞങ്ങൾ രാവിലെ ഏർലി മോർണിംഗ് യാത്ര ചെയ്തിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും നിർത്തുക, വണ്ടി ഓടിക്കിട്ട് അവിടെ എവിടെയുള്ള നമ്മൾ പ്ലാൻ ചെയ്ത് എവിടെയാണ് ബുക്ക് ചെയ്തേക്കണം അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര മൊത്തം. ഇത്രയും സ്റ്റേറ്റ് കവർ ചെയ്തതിന്റെ ഒരു സന്തോഷമുണ്ട്. അതിൽ കുറെ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നല്ല നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ വീഡിയോകളും കാണണം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പൊ ശരി. 4:48 ആകുമ്പോഴേക്കും ഞങ്ങൾ എണീറ്റ് എല്ലാം ഞങ്ങൾ പോകാനുള്ള എല്ലാവർക്കും ശരിയായി. ഇത് ഇറങ്ങാണ്. ഇത് ഞങ്ങൾക്ക് കുറേ ദൂരം യാത്ര ചെയ്യാണ്ട്. ഞങ്ങൾ യാത്ര ചെയ്യണം സ്റ്റാർട്ടിംഗ് ഡേ ഡിസംബർ 21 2024. അപ്പോൾ ഇത് അമൂല്യ ബാക്കിൽ സാധനങ്ങളൊക്കെ എല്ലാം കയറ്റുന്നുണ്ട്. ഇത് നമുക്ക് ആമിയാണെങ്കിൽ എണീറ്റിട്ടില്ലേ, അപ്പോൾ അവളെ ഒന്ന് എണീപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് നേരെ അഖിലിനെയും ശരണ്യനെയും പിക്ക് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. ഇത് ഇപ്പോൾ രാവിലെ ആമിനെ പാവം കിടന്ന് ഉറങ്ങുമായിരുന്നു. നേരത്തെയാണല്ലോ, വളരെ 5 മണി ആവണമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഇനി ഇപ്പോഴും നല്ല ഇരുട്ടാണ് കേട്ടോ പുറത്ത്. ഇപ്പോൾ വളരെ വൈകിട്ടാണ് സൂര്യൻ ഉദിക്കുള്ളൂ. അപ്പോൾ ആമീനെ ഇങ്ങനെ അവൾ ഉറങ്ങായിരുന്നു. അവളെ പിടിച്ചിട്ട് ഞാൻ മുന്നിൽ എടുത്തുകൊണ്ടിട്ട് അവളെ ആക്കി. എന്നിട്ട് നമ്മുടെ കാറ് നല്ല ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട് പുറത്തൊക്കെ. പക്ഷെ അങ്ങനെ ശരണ്യയുടെയും അതിൻ്റെ അടുത്തേക്ക് എത്തി. അവർ 2 പേരും വണ്ടിയിൽ കയറുന്നുണ്ട്. അങ്ങനെ ലഗേജ് എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമുക്കിനി 8 മണിക്കൂർ 32 മിനിറ്റാണ് ഓടിക്കാനുള്ളത്. ഈ 8 മണിക്കൂർ എന്ന് പറയുമ്പോൾ അമൂല്യ ഫസ്റ്റ് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കണേ വണ്ടി ഓടിക്കൽ. കാരണം നമുക്ക് പോകാൻ വളരെ ലോങ്ങിലേക്കാണ് നമ്മൾ പോണേ, അത്രയും ഓടിക്കാണ്ട്. അപ്പോൾ തുടക്കം കുറച്ച് നേരം അമൂല്യ ഓടിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും നല്ല ഇരുട്ട് തന്നെയാണ്. സമയം ഏകദേശം 6 മണി 6:15 ആകുമ്പോഴും ഇങ്ങനെയാണ് കേട്ടോ അന്തരീക്ഷം. പക്ഷേ ഓടിക്കാൻ സുഖമായിരുന്നു, വലിയ ടയർഡൊന്നും ഉണ്ടാവില്ല. നല്ല സ്പീഡിൽ ഓടിക്കാൻ പറ്റുമായിരുന്നു.
ഇനി ഞങ്ങൾക്ക് അടുത്തൊരു റെസ്റ്റ് ഏരിയയ്ക്ക് ഒരു 23 മിനിറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ അവിടെ നിന്ന് നേരെ റെസ്റ്റ് ഏരിയയിലേക്ക് എടുത്തു, പെട്രോളൊക്കെ ഒന്ന് അടിക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെ അവിടേക്ക് ഇനി 9 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. 7.6 മൈലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് കുറച്ച് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും അവിടെ നിന്ന് കഴിച്ചിട്ട് പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെ ഞങ്ങളവിടെ എത്തി. അവിടെ ഏകദേശം 7:37 നമ്മൾ 5:30 ഇറങ്ങി. സാധനങ്ങൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പെട്രോൾ അടിക്കണം. അപ്പോൾ അതേ അകലും ഞാനിങ്ങനെ പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ സിനെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെട്രോൾ പമ്പാണ്. അപ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് കുറേ പക്ഷികൾ പറവകൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് പറന്ന് പോകണതാണ്. നല്ല രസമായിരുന്നു. അത് നല്ലൊരു ഡിസൈനായിരുന്നു. നല്ലൊരു മത്സ്യത്തിൻ്റെ മുഖം പോലെ ഒക്കെ തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ ആ വ്യൂ. അവിടുന്ന് ഞങ്ങൾ പെട്രോൾ അടിച്ച് 87, മറ്റേ പ്രീമിയം അടിച്ചില്ല, 91 അടിച്ചില്ല, 87 അടിച്ചു. എന്നുവെച്ചാൽ എന്താ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ട്രെയിൻ അതിൻ്റെ അടിയിൽ കൊണ്ട് നിർത്തും. അടിയിൽ കൊണ്ട് നിർത്തുമ്പോൾ അതിൽ നിന്നുള്ള സ്റ്റോറേജിൽ നിന്ന് നേരെ ട്രെയിനിൻ്റെ അകത്തേക്ക് വീഴും. അമൂലി ഈ കാണുന്ന സ്റ്റോറേജിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണ്ടായിരുന്നു കേട്ടോ. അത് നേരെ നമ്മുടെ ഗുഡ്സ് ട്രെയിനിലേക്ക് എങ്ങനെയാണ് സാധനങ്ങൾ നേരിട്ട് നിന്ന് ഇറക്കാൻ പറ്റത്ര. അങ്ങനത്തെ ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇനി ആകെ നമുക്ക് 6 മണിക്കൂർ 13 മിനിറ്റ് 372 മൈല് ഇന്ന് താമസിക്കേണ്ട സ്ഥലത്തേക്ക് എത്താണ്ട്. അതിൻ്റെ ഇടയിൽ കൗതുകമായിട്ട് വണ്ടിയുടെ നേരിൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ആമത്തോട് ആമ പോണ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അപ്പോൾ സൈഡിലുള്ള പല വ്യൂസും അതേപോലെ വലിയ വലിയ കുറേ കൺസ്ട്രക്ഷൻസും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഒന്നുകൂടിയും വണ്ടി നിർത്തണം. ഇവിടെ കുറേ കന്നുകാലികളുണ്ടായിരുന്നു. ഒക്കെ ഇനി അറക്കാൻ വേണ്ടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കേട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ എപ്പോഴും പക്ഷികൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. നമുക്കൊരു 47 മിനിറ്റ് ഞങ്ങൾ അടുത്തൊരു റെസ്റ്റ് ഏരിയയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മുമ്പ് നിർത്തിയ സ്ഥലത്ത് നിന്ന് ചെറുതായിട്ട് എന്താ കഴിച്ചില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നിർത്താമെന്ന് വിചാരിച്ചു. ആ മൂല്യം കുറേ നേരമായി വണ്ടി ഓടിക്കണം. 3-3.5 മണിക്കൂറായി. അപ്പോൾ ഞാനാണ് ഇനി ഓടിക്കണേ. പോണ വഴിക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ ഗുഡ്സ് ട്രെയിനുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ കാണാണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉള്ളത് ഒക്ലഹോമ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ കാൻസസ് സ്റ്റേറ്റിൽ നിന്ന് വിട്ടിട്ട് ഞങ്ങൾ ഒക്ലഹോമയിലാണ് എത്തിക്കണം. ഇവിടെയുള്ള ഒരു റെസ്റ്റ് ഏരിയയിൽ നിങ്ങൾ നിർത്തിയിട്ടു. ഓൾറെഡി ഇവർ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അഖിലും ശരണിക്ക്. അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ കുറച്ച് ബ്രെഡൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ ഈ US ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരമുള്ളതാണ് ഇതേപോലത്തെ റെസ്റ്റ് ഏരിയകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അവിടെ റെസ്റ്റ് റൂമും എല്ലാം ഉണ്ടാവും. നമുക്കിങ്ങനെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അതൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് പോവാം. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9:42 ആയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാവരും ഇറങ്ങി. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഞങ്ങൾ വിശ്രമിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഇവിടെ വിശ്രമിച്ചിട്ടാവാൻ ഈ യാത്ര എന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഇനിയും ധാരാളം നമുക്ക് ഇന്ന് എത്തേണ്ടത് ടുക്കംകാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അത് ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഒക്ലഹോമ കടന്നിട്ട് ടെക്സസിലെത്തണം. ടെക്സസിലെത്തിയിട്ട് അവിടുന്ന് ന്യൂ മെക്സിക്കോ അടുത്ത സ്റ്റേറ്റിലേക്ക് പോയിട്ട് വേണം ഈ പറഞ്ഞ സ്ഥലത്ത് ഇന്നത്തെ സ്റ്റേ ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റ് റൂമിനൊക്കെ കയറി ഞങ്ങൾ അവിടുന്ന് ഇനി ഇറങ്ങുകയാണ്. ഇനി യാത്ര ചെയ്യാണ്ട്. അപ്പോൾ ടുക്കംകരിക്കുള്ള യാത്രയാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും ലഞ്ച് ടൈമിൽ ഒന്നുകൂടി നിർത്തണം. നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. ഇപ്പോൾ നമ്മൾ ഒക്ലഹോമയിൽ നിന്ന് മാറി ടെക്സസ് സ്റ്റേറ്റിലെത്തി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും നിർത്തിയിട്ട് 1:21 ആയി. അപ്പോൾ അടുത്തൊരു മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് ടെക്സസിൽ കണ്ടു. ടെക്സസ് ടൗണിലേക്കൊന്നും നമ്മൾ പോകില്ല. അതിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ അരിസോണയിലേക്കുള്ള യാത്ര ജസ്റ്റ് ടച്ച് ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനെ വലിയ വലിയ ഹോട്ടലുകളൊന്നും ഇല്ല. ഇതേപോലെ ചെറിയ ചെറിയ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്സുകളാണ് കൂടുതലുള്ളത്. മെക്സിക്കൻ റെസ്റ്റോറൻറ്റ് നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അടിപൊളി. ഞങ്ങൾ പലതരത്തിലുള്ള ഫാൻ്റെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ഫാൻ്റെയൊക്കെ വാങ്ങിയിരുന്നു. അവരുടെ മെക്സിക്കൻ തനതായ ഭക്ഷണങ്ങൾ തന്നെയാണ് ഞങ്ങൾ വാങ്ങി കഴിച്ചത്. നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. ഇനി നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ഇവിടുന്ന് ന്യൂ മെക്സിക്കോയിലേക്ക് എത്തണം. അപ്പോൾ ടെക്സസിൽ നിന്ന് നേരെ ഉച്ച തൊട്ടിട്ട് ഇനി അടുത്ത സ്റ്റേറ്റിലേക്ക് എത്തിയിട്ട് വേണം നമ്മുടെ ഹോട്ടലിലെത്താൻ. നമ്മളവിടുന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി. ഇനി നമുക്ക് 44 മിനിറ്റാണ് കാണിക്കുന്നത് ന്യൂ മെക്സിക്കോയിലേക്ക്. ന്യൂ മെക്സിക്കോ എത്തിയപ്പോൾ തന്നെയാണ് തോന്നുന്നു ഈ ഹോട്ടൽ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ. സൈഡിലുള്ള ഓരോ വ്യൂകളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുന്നും മലയുടെയൊക്കെ ഇതൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്ന സൈഡിൽ വ്യൂ. അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി വെറും 12 മിനിറ്റേ ഉള്ളൂ ഞങ്ങളുടെ ഹോട്ടലിലേക്ക്. റെയിനൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ
ഇനി ഇത് 5 മിനിറ്റ് നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. 80-ലൊക്കെയാണ് വണ്ടി പോണേ. അങ്ങനെ അവസാനം നമ്മുടെ ഡെസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂ മെക്സിക്കോയിലെ തുക്കുംകരി സ്ഥലത്താണ് ഈ ഇതുള്ളത്. പുറത്ത് തന്നെ ഇത് എല്ലാവർക്കും അറിയണ ഒരു സ്റ്റാറ്റ്യൂ അല്ലേ, സ്റ്റാറ്റ്യൂ ഓഫ് ലിബർട്ടിയുടെ ഒരു ചെറിയ മിനിയേച്ചർ മോഡൽ അവർ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ ഇത് റൂട്ട് 66 എന്ന് പറയുന്ന റോഡ് ഇതിൻ്റെ പാരലായിട്ട് പോകുന്നുണ്ട്. അതൊരു ഹിസ്റ്റോറിക്കൽ റോഡാണ് റൂട്ട് 66. അതാണ് ഇവിടെ എല്ലാത്തിലും റൂട്ട് 66 എഴുതിയത്. ഇപ്പോൾ ഈ ഹോട്ടലിൽ കയറിയാൽ തന്നെ ഇവിടെ ഉണ്ട് ഹിസ്റ്റോറിക്കൽ റൂട്ട് 66 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു. ഏകദേശം 3 മണിക്ക് മുമ്പ് നമ്മൾ ഈവനിങ് 3 മണിക്ക് മുമ്പ് ഇവിടെ എത്തി റൂമിൽ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് പ്ലാൻ ചെയ്യണം. ഇന്നെന്തായാലും രാത്രി ഇവിടെയാണ് സ്റ്റേ ചെയ്യണേ. അപ്പോൾ ആമയ്ക്ക് റൂമിലെത്തിയതിൻ്റെ സന്തോഷമാണ്. ഞങ്ങൾക്ക് റൂം കാണിച്ചു തരാം. ചെറിയ ഒരു റൂമാണ് നമ്മൾ എടുത്തേക്കണേ. അപ്പോൾ ഇതാണ് എൻ്റെ വ്യൂ. അപ്പോൾ കുറച്ച് നേരം വിശ്രമിച്ചിട്ട് നമുക്കൊരു ഈവനിങ് ആയപ്പോൾ അടിയിൽ ചായ ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. നമുക്ക് ചായയൊക്കെ ഫ്രീ ആണ്, ബ്രേക്ക്ഫാസ്റ്റും ഫ്രീ ആണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ റൂട്ട് 66 ഹോട്ടലിലുള്ളത്. നമ്മൾ വന്നിട്ടുള്ള സ്ഥലം തുക്കുംകരി. ഇത് ഇവിടെ ഒരു തുളസിയുടെ ചെടി കണ്ടു കേട്ടോ ഹോട്ടലിൽ. അടുത്തൊരു ഈ റൂട്ട് 66ൻ്റെ സ്മാരകം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. ഈ റൂട്ട് 66ൻ്റെ ചരിത്രം എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് അമേരിക്കയിലെ മദർ റോഡ് എന്നറിയപ്പെടുന്ന ഒരു ഹൈവേ ആണ് കേട്ടോ. 1926 ഇത് സ്ഥാപിച്ചത്. ഇത് മെയിനായിട്ട് ഷിക്കാഗോന്ന് കാലിഫോർണിയയിലെ സാൻ മോണിക്ക വരെ 2448 മൈലാണ് ഇതിൻ്റെ ആകെ ദൂരം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് അമേരിക്കയുടെ മധ്യഭാഗത്തിലുള്ള നാടുകളെ നല്ല ടൗണുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോഡ് ശരിക്കും ഉണ്ടാക്കിയിരുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള പ്രധാന ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 1926 ഇത് സ്ഥാപിച്ചത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ഒഫീഷ്യലാണ്. പിന്നെ അതിൻ്റെ വികസന കാലം എന്ന് പറയുമ്പോൾ 1940-ലായിരുന്നു. ഈ റോഡ് അമേരിക്കക്കാർക്ക് മികച്ച ട്രാവൽ മാർഗമായി മാറി, പ്രത്യേകിച്ച് വേൾഡ് വാർ 2 ഒക്കെ കഴിഞ്ഞ സമയങ്ങളിൽ. പിന്നെ ഏറ്റവും രസം എന്നുള്ളത് ഇവിടെ ഇഷ്ടംപോലെ മാർക്കറ്റുകൾ, റെസ്റ്റോറൻറ്റുകൾ, മോട്ടലുകൾ ഇതെല്ലാം ധാരാളം ഉണ്ടായിരുന്നു. അവസാന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 1985 കൂടി ഇന്റർസ്റ്റേറ്റ് സിസ്റ്റം വികസിച്ചതോടെ റൂട്ട് 66 പലയിടങ്ങളിലും ഉപേക്ഷിക്കപ്പെടുക ചെയ്തത്. ഇതിൻ്റെ മെയിൻ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ റൂട്ട് 66 അമേരിക്കൻ സംസ്കാരത്തിലും പിന്നെ സിനിമകളിലും ഗാനങ്ങളിലൊക്കെ ഈ റൂട്ട് 66നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിന് മുമ്പിലുള്ള റോഡില്ല, ആ റോഡ് പോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഈ ഹിസ്റ്റോറിക്കൽ റൂട്ട് 66 എന്ന പേരിൽ ഒരു സ്മാരകം പോലെയാണ് ഇപ്പോൾ ഈ റോഡിനെ സംരക്ഷിക്കണേ. പാരലായിട്ട് ഇന്റർസ്റ്റേറ്റ് ഹൈവേ പണിതോടുകൂടി റൂട്ട് 66ലുള്ള വാണിജ്യ ഗതാഗതം വളരെ വിരളമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇതേപോലെ സംരക്ഷിക്കുകയാണ് ചെയ്യണേ. അങ്ങനെ റൂട്ട് 66ൻ്റെ സ്മാരകമൊക്കെ കണ്ടിട്ട് ഞങ്ങളിത് തിരിച്ച് ഹോട്ടലിലേക്ക് വന്നു. ഇനി രാത്രിയിലേക്കുള്ള ഡിന്നർ എന്തെങ്കിലും വാങ്ങണം. ഉള്ളിൽ സ്വിമ്മിംഗ് പൂൾ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ പോലെ തൊട്ടപ്പുറത്ത് സ്പാ പരിപാടികളും അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഹോട്ടൽ അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ചെറിയ റേറ്റിൽ കിട്ടിയ ഹോട്ടലാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു പുറത്ത് കുറേ ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഒക്കെ ചെയ്തിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. തണുപ്പുണ്ട് അത്യാവശ്യം. അങ്ങനെ ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള എന്തെങ്കിലും ഭക്ഷണം ഡിന്നർ വാങ്ങണം. ഡിന്നർ ഇവർ തരുന്നില്ല, നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുലർച്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവർ തരും. ഞങ്ങൾ കുറച്ച് പിസയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. ഇനിയിപ്പോൾ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങണം. നാളെ രാവിലെ എണീറ്റിട്ട് അടുത്ത യാത്ര ഇവിടുന്ന് അടുത്ത 8 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പോൾ നാളെ കാണാം. രാവിലെ ഞങ്ങളൊരു 5:30 ആകുമ്പോൾ എണീറ്റു. നമുക്ക് വേഗം ഇവിടുന്ന് ഇറങ്ങണം. ഇനിയും നമുക്കൊരു 8-8 മണിക്കൂർ യാത്ര ചെയ്യാണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ എടുത്തു. പിന്നെ ഏറ്റവും നല്ല രസമായിട്ടുള്ളത് അവിടെ ഒരു വാഫിൾ മേക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഈ പേസ്റ്റ് നിന്ന് എടുത്തിട്ട് നമ്മൾ ആ വാഫിൾ മേക്കറിൽ 4 വാഫിൾ ഉണ്ടാക്കി ഇതിൽ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കത് കിട്ടും. ഇത്തിരി സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണത്. നല്ലതായിരുന്നു, നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷായിരുന്നു. നമ്മുടെ വാഫിള് ശരിയായിട്ടാ, നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇപ്പോൾ ഒരു 6:50 ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാറായി. ഇവിടെ നേരത്തെ ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്.
അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ഒരു 8-8.5 മണിക്കൂർ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, അത് അരിസോണ സ്റ്റേറ്റിലേക്ക്. ഇപ്പം നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ഒക്ലഹോമ, ടെക്സസ് 2 സ്റ്റേറ്റും കവർ ചെയ്തിട്ട് ന്യൂ മെക്സിക്കോയിലാണുള്ളത്, ന്യൂ മെക്സിക്കോ സ്റ്റേറ്റിൽ. ഇവിടുന്ന് ഞങ്ങൾ അരിസോണ സ്റ്റേറ്റിലേക്ക് പോകണം. അവിടെയാണ് നമ്മുടെ ഗ്രാൻഡ് കാനിയോൺ. അങ്ങനെ ഇന്നലെ താമസിച്ച ടുക്കുംകരിയുള്ള ഹോട്ടലിൽ നിന്ന് വിട പറഞ്ഞ് നേരെ അരിസോണ ലക്ഷ്യമായിട്ടുള്ള യാത്രയാണ്. അരിസോണയിൽ നമുക്ക് എത്തേണ്ടത് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റിയിലാണ്. അവിടേക്ക് ഏകദേശം 8.5 മണിക്കൂറാണ് കാണിക്കണേ, 565 മൈൽ. അവിടെയാണ് ഇന്ന് രാത്രി നമ്മൾ സ്റ്റേ ചെയ്യണേ. രാവിലെ കുറച്ച് നേരം അമൂല്യ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അമൂല്യാണ് വണ്ടി എടുക്കണേ. പിന്നെ പറയാൻ പറഞ്ഞത്, ഞങ്ങൾ കെൻസസിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് 1 അവർ പിന്നിലാണ് കേട്ടോ കെൻസസിനെ അപേക്ഷിച്ചിട്ട്. ഏകദേശം ഇപ്പോൾ 7:15 കെൻസസിൽ ഇപ്പോൾ 8:15 ഉണ്ടാവും. അപ്പോൾ 1 മണിക്കൂർ പിന്നിലാണ് ടൈം സോൺ. ഇവിടെ പെട്ടെന്ന് വെളുപ്പായിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ 7:15 ആകുമ്പോഴായിരുന്നു സൂര്യപ്രകാശമൊക്കെ ഒന്ന് കണ്ടിരുന്നത്. ഞങ്ങൾ 2 ദിവസം അരിസോണയിൽ നിൽക്കാനുള്ള പരിപാടിയാണ്. 23-24 അവിടെ നിൽക്കാനുള്ള പരിപാടിയാണ്. അതുകൊണ്ട് 25 നേരെ അവിടുന്ന് നേരെ ലാസ് വേഗാസാണ് പ്ലാൻ. അപ്പോൾ ആദ്യം ഗ്രാൻഡ് കാനിയോൺ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഫസ്റ്റ്. അപ്പോൾ ഗ്രാൻഡ് കാനിയോൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ശരി.